ഈ ദേവമംഗലം വീടിന്റെ റാണി പിന്നെ നീ ആയിരിക്കും. റാണി മീൻസ് ക്വീൻ? അത് തന്നെ. നിനക്കിവിടെ ഭരിക്കാം. നീ പറയുന്നതിനപ്പുറം ആരും ഇവിടെ ചലിക്കില്ല. നിന്റെ ഇഷ്ടങ്ങൾ മാത്രം സാധിക്കും. ഇപ്പൊ എന്നെ കഷ്ടപ്പെടുത്തുന്നതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും. മാമൂസ നോക്കിക്കോ. കാട്ടുതുളസിയെ ഇത്തവണത്തെ ദീപാവലിക്ക് ഞാൻ ഒതുക്കി ഒരു മൂലയിലിരുത്തും. ഇത് എന്ത് ചൂടാ ദുർഗേച്ചി തലയ്ക്ക്? ദേ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാ തല ചൂടാവുന്ന. മുടിയും കൊഴിയുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട ഒരു കാര്യമില്ല ദുർഗേച്ചി. ദേ ദുർഗേച്ചിക്ക് ഒരു തട്ടുകേട് വരാതെ നോക്കാൻ ഞാനും ആതിരയും മംഗളപ്പച്ചിയും ഒക്കെ കട്ടയ്ക്ക് കൂടെയില്ലേ? അതിലൊന്നും എനിക്കൊരു സംശയവുമില്ല. പക്ഷേ എന്താ ചേച്ചി ഒരു പക്ഷേ? ദേ ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കെ. ഞാൻ കുറച്ച് കാച്ചി എണ്ണ എടുത്ത് തലയിൽ വെച്ചുതരാം. ഈ ചൂടൊന്ന് കുറയട്ടെ. ദുർഗാന്റി, ആന്റി എന്നോട് പറഞ്ഞ കാര്യം സുലു ആന്റിയോട് പറഞ്ഞോ? ഇല്ല, അവളെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ അറിയാതെ പ്രസാദേട്ടനൊക്കെ നിൽക്കുമ്പോ പറഞ്ഞെന്ന് വരും. അതോടെ തീരുവല്ല. ആന്റിയെ ഭീഷണിപ്പെടുത്താൻ തുളസി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിലെ സംഭാഷണം എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യണം. അത് പോരെ? മതി. നിനക്കാവുമ്പോ ഫോൺ യൂസ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇക്കാര്യമൊക്കെ പറഞ്ഞത്. എനിക്കറിയാം ആന്റി, ഫോണിലെ ഏത് മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യും. ആ ടെക്നിക്കൊക്കെ എനിക്കറിയാം. അവളുടെ ഫോൺ എന്റെ കയ്യിലൊന്ന് കിട്ടിയാൽ മാത്രം മതി. അല്ല, ലോക്ക് പാറ്റേൺ ഒക്കെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. ഒരു ദിവസം ഞാൻ അവളുടെ ഫോൺ എടുത്ത് മെസ്സേജും ഫോട്ടോയും ഒക്കെ നോക്കുകയും ചെയ്തതാ. ആദ്യേട്ടന്റെ എത്ര ഫോട്ടോസ് അവളുടെ കയ്യിലുള്ളെന്ന് അറിയോ? പിന്നെ കുറെ മെസ്സേജും വീഡിയോസും ഒക്കെ ഉണ്ട്. എന്റെ മോനെ കൊടുക്കാനാ അവളിതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതെ ആന്റി, ഇപ്പൊ തന്നെ ആ രാജവർമ്മയുടെ സംസാരം അവള് റെക്കോർഡ് ചെയ്തില്ലേ? ആന്റിയുടെ ശബ്ദം പോലും അവൾ ഇമിറ്റേറ്റ് ചെയ്തു. ശരിക്കും ഒരു ക്രിമിനൽ അവള്. അവളുടെ ക്രിമിനൽ സ്വഭാവമൊന്നും എന്റെ അടുത്ത് നടക്കാത്തതാ. പക്ഷേ ഈ പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി. ആ രാജവർമ്മ ഇത്രയും മണ്ടത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. സാരല്ല ആന്റി, എങ്ങനെയും നമുക്ക് ആ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാം. പോരെ? നീയും മംഗളാപ്പച്ചിയും കൂടിയുള്ള പ്ലാനിങ് അങ്ങനെ തന്നെ നടക്കട്ടെ. കൂട്ടത്തിൽ ഇക്കാര്യം കൂടി ഒന്ന് നടത്തി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് നശിപ്പിച്ചാലേ എനിക്കൊരു സ്വസ്ഥത കിട്ടും. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്നില്ലേ? അവിടെ വെച്ച് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാതിരിക്കില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചേ വാങ്ങിയുള്ളൂ. പൂത്തിരി മത്താപ്പം കുറച്ചുകൂടി വേണമായിരുന്നു അച്ഛാ. ഇത് മതി, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. എനിക്ക് ഈ പടക്കം പണ്ടേ പേടിയാ. ചേട്ടൻ ഓർമ്മിക്കുന്നുണ്ടോ? പണ്ട് ചെറുപ്പത്തില് ദീപാവലിയും വിഷു ആവാൻ നമ്മൾ കാത്തിരിക്കും. ഒരു വർഷത്തെ കുടുക്കയിലെ സമ്പാദ്യം കൊണ്ടാ അന്ന് പടക്കം മേടിക്കുന്നത്. എല്ലാത്തിനും മുന്നില് ഏട്ടനായിരുന്നു. നമ്മൾ രണ്ടുപേരും ഏട്ടന്റെ ഒപ്പം നിൽക്കും. പക്ഷെ ഇപ്പോ ആ ഓർമ്മകളെല്ലാം ബാക്കിയുണ്ടല്ലോ. അതാർക്കും ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ എന്ന് ആശ്വസിക്കേ. ഇവരെന്താ ഇങ്ങോട്ട്? എത്ര മാറ്റിവെച്ചാലും സ്വന്തം ബന്ധങ്ങളുടെ സ്ഥാനം ഇല്ലാതാവില്ല. ഏട്ടൻ പറഞ്ഞാണ് ഇങ്ങോട്ട് വരാൻ. ആദ്യം വന്നില്ലല്ലോ, പ്രസിയും ഇല്ല. എന്താ ഈ ദീപാവലിയുടെ ഒരുക്കങ്ങളൊക്കെ? ഇവിടെ ആവാ ഇത്തവണത്തെ പടക്കം പൊട്ടിക്കലെന്ന് ഞാൻ പറഞ്ഞപ്പോ പ്രസാദേട്ടന് വിശ്വാസം വരുന്നില്ല. ആഹാ,
നിങ്ങൾക്കും വിശ്വാസം വരുന്നില്ലേ? ഇത് സത്യം തന്നെയാ. നമ്മള് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരായിരിക്കാം എന്ന് കരുതി കുടുംബക്കാരല്ലാതാവുന്നില്ലല്ലോ. ഓണത്തിനും വിഷുവിനും ദീപാവലിക്കും ഒക്കെ ബന്ധുക്കള് കടന്നു വരണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, സമ്മാനങ്ങൾ നൽകണം. ആ അതെ, പ്രസന്റ് ഇസ് പ്ലഷർ എന്നാ. ദുർഗേച്ചി വന്നതില് ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. അപ്പൊ ഞാൻ വന്നാണോ ഇഷ്ടാവാത്തത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലേ പ്രിയേ? നമ്മുടെ അയൽപ്പക്കക്കാരൊക്കെ കാണട്ടെ നമ്മളിവിടെ ദീപാവലി ആഘോഷിക്കുന്നത്. ആ അല്ല, ഇത്രയും പടക്കമേ വാങ്ങിച്ചോളോ? നമുക്കിതാ ഇതുകൂടെ പൊട്ടിക്കാം. ദാ വാങ്ങിച്ച എന്നെ വാ, നമുക്ക് ഒരുമിച്ച് കത്തിക്കാം. വാ. ജയൻ സംശയിക്കണ്ട, ദുർഗേച്ചി തന്നെയാ എനിക്കുന്നത്. പഴയതുപോലെ പടക്കം പൊട്ടിച്ചും മധുരം കഴിച്ചുമൊക്കെ നമുക്ക് ഈ ദീപാവലി ആഘോഷിക്കാം. പ്രിയ പ്രസാദേട്ടന് ചില കാര്യങ്ങളിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് പാലിച്ചാൽ മാത്രം മതി. പ്രസാദേട്ടൻ പ്രിയയ്ക്ക് സാരി മേടിച്ചു തന്ന കാര്യവും എന്നോട് പറഞ്ഞു. അതൊക്കെ നല്ലത് തന്നെയാണെന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഈ ദീപാവലി കഴിയുന്നതോടെ ആദിയുടെ കാര്യത്തിലും തുളസിയുടെ കാര്യത്തിലും നമ്മളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. അതായത് ഇവരുടെ കല്യാണം രണ്ടുപേർക്കും അവരവർക്ക് ചേർന്നവരെ തിരഞ്ഞെടുക്കണം. നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് അനുസരിക്കും. നമ്മളായിട്ട് അവർക്ക് ആവശ്യമില്ലാത്ത മോഹങ്ങളൊന്നും കൊടുക്കാതിരുന്നാ മതി. ആദ്യം കണ്ടില്ലല്ലോ, ഞാൻ അവനോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞതാ. അതിരെ നീ അവനെ ഒന്ന് വിളിച്ചേ. ശരി ആന്റി. എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? എല്ലാ വീട്ടുകാരും പടക്കം പൊട്ടിച്ചു തുടങ്ങി, അതെടുത്ത് പൊട്ടിക്കേ. ഹലോ ആദ്യേട്ടാ, ഇങ്ങോട്ട് വരാത്ത എന്താ? ദുർഗാന്റി, ആദ്യേട്ടൻ വരുന്നില്ലെന്നാ പറയുന്നത്. ഇങ്ങ് തന്നെ. അതി, നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നേ. അതെന്താ ഇങ്ങോട്ട് വന്നാ കുഴപ്പം? ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിക്കേ. നീ ഇങ്ങോട്ട് വരണം, മനസ്സിലായല്ലോ? അവന് ചില സമയത്ത് കുട്ടികളെക്കാൾ പിടിവാശിയാ. ഞാൻ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്, ഇനി നിങ്ങൾ തുടങ്ങും. ഇനി തുളസി കത്തിക്ക്. ദുർഗാന്റി, കത്തിക്ക്. അതി, ഇതൊക്കെ എടുത്ത് കത്തിക്ക്. അച്ഛൻ വരുമ്പോ ഇങ്ങോട്ട് വന്നോളൂ. അതേട്ടാ, കത്തിക്ക്. കുട്ടികളുടെ ഈ സന്തോഷം കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ഈ ദീപാവലി ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും ദുർഗേച്ചി ഇങ്ങോട്ട് വന്നത് വലിയ സന്തോഷമുള്ള കാര്യമായി. അതിന് കാരണേ പ്രിയയാ. ഞാൻ പറഞ്ഞല്ലോ, പ്രസാദേട്ടന് പ്രിയ കൊടുത്ത വാക്ക്, നമ്മുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കില്ല എന്നുള്ള വാക്ക്. അതോടെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? എനിക്ക് ആകെയുള്ള പ്രശ്നം അതായിരുന്നു. അതല്ലാതെ പ്രിയയോടോ ജയനോടോ എനിക്ക് എന്ത് ദേഷ്യ? പോരും വഴക്കൊന്നും കാണിക്കേയില്ല. എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ സഹോദരിയോട് സ്നേഹം കാണിച്ചാലോ അടുപ്പം കാണിച്ചാലോ മുഖം വീർപ്പിക്കുകയില്ല.
ഇതുപോലൊരു ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മള് പണ്ട് കഴിഞ്ഞിരുന്ന പോലെ തന്നെ ഇനിയും മുന്നോട്ട് പോവാം. പിന്നെ സ്നേഹമുള്ളിടത്തെ ദേഷ്യവും വഴക്കൊക്കെ ഉണ്ടാവുന്നല്ലേ പറയുന്നത്. ദുർഗേച്ചി, ഞാൻ സ്വീറ്റ്സ് എടുത്തോണ്ട് വരാം. ആ, ഞാൻ ഇവരുടെ കൂടെ കൂടാ. എനിക്കും അതെ, ഇത് പിടിച്ചേ. നിന്റെ ഫോണിലെ റെക്കോർഡിംഗ് ഇന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യും. നിന്റെ ഈ മുഖവും ഞാൻ ഡിലീറ്റ് ചെയ്യും. അയ്യോ, എന്താ പറ്റിയേ? കൈ പൊള്ളിയോ? തുളസി, എന്താ പറ്റിയേ? തുളസി, കരയല്ലേ? നോക്കട്ടെ. അയ്യോ, ദുർഗേച്ചി, ഇത് എടുത്ത റോസി, നല്ല പൊള്ളലുണ്ടല്ലോ. ആന്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. മോളെ, ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ പോവാൻ തുളസി. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളവിടെ ആതിര, അവളിത് മനഃപൂർവ്വം ചെയ്തതാ. ആതിരെ, അവളെന്താ പേടിച്ചോടിയോ? എടി ആതിരെ, ആതിരെ, ഇവിടെ എവിടെ പോയി? പടക്കം പൊട്ടിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് എപ്പോഴും പറയുന്നതാ. അതാ ഞാൻ ഇന്ന് കുറച്ച് കമ്പിത്തിരി പൂത്തിരി മാത്രം വാങ്ങിയത്. സാരമില്ല അച്ഛാ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അത് ഭാഗ്യം കൊണ്ടാ. മുഖത്തെങ്ങാനും കൊണ്ടിരുന്നെങ്കിലോ? സത്യത്തിൽ ഈ പടക്കം എന്റെ നേർക്ക വന്നത്.
തുളസി തട്ടി മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. തീർന്നുണ്ടോ മോളെ? ചെറിയ നീറ്റലുണ്ട്. നീ ഇത് അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തത്? അല്ല, എടി വൃത്തികെട്ടവളെ, നീ എന്താണ് ഈ കാണിച്ച? ദുർഗേച്ചി, അവളെ ഒന്നും ചെയ്യല്ലേ. അവൾ അറിഞ്ഞോണ്ടല്ലോ. ഇവളൊരു ശ്രദ്ധയില്ലാതെ ഓരോന്നും ചെയ്യും, എന്നിട്ട് അടിച്ചുവിടെ കാരണം മുഖയ്ക്കാ വേണ്ടത്. ഇവളെ ഇന്ന് ഞാൻ എടി കിട്ടിയ അവസരം നീ നഷ്ടപ്പെടുത്തിയല്ലോ. കുറച്ച് ഐസ് വെക്കാം. അവളുടെ മുഖത്തേക്കല്ലായിരുന്നു ഓടി എറിയേണ്ടത്. സോറി ആന്റി. ഞാൻ അടിച്ചത് നിനക്ക് വേദനിച്ചോ? ഇല്ല. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്നെ ഉണ്ടല്ലോ ഞാൻ. ദുർഗേച്ചി, അവൾ ഇനി വഴക്ക് പറയണ്ട. അബദ്ധത്തിൽ പറ്റിയതല്ലേ. തുളസി, നിനക്ക് വേദനിക്കുന്നുണ്ടോ? പ്രിയേ, ഇവളെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. ചെല്ല്. മോളെ വാ. നോക്കട്ടെ. ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? നല്ലൊരു ദിവസം നശിപ്പിച്ചല്ലോ. വാ ഇങ്ങോട്ട്. സൂക്ഷിച്ച്. വാ മോളെ. മതി അമ്മ, മതി. അയ്യോ, വേദനിക്കുന്നു. മോളെ, വേദന കുറഞ്ഞോ? കുറവുണ്ട് അച്ഛാ. ഭാഗ്യം കൊണ്ട് മോൾക്ക് ആ പടക്കം തട്ടിക്കളയാൻ തോന്നിയത്. അല്ലെങ്കിൽ ആദിയുടെ മുഖം പൊള്ളിയേനെ. നിങ്ങളൊക്കെ ഇത്രമാത്രം നിഷ്കളങ്കരായി പോയല്ലോ. അതെന്താ മോളെ? ഇത് ആദ്യം ലക്ഷ്യം വെച്ചതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ലക്ഷ്യം വെച്ചതോ? മോൾ എന്തായി പറയുന്നേ? ശരിക്കും പറഞ്ഞ ഈ പടക്കവും വെടിമരുന്ന് ചേർത്തുള്ള എല്ലാ ഐറ്റവും ഡേഞ്ചറാ. എപ്പോഴാ പൊട്ടുക, എങ്ങോട്ടാ തെറിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛാ, ഇതിന്റെ പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ആതിരയുടെ പടക്കയറിന്റെ ലക്ഷ്യം മാറിപ്പോയി. അവൾ എയിം ചെയ്തത് എന്നെയായിരുന്നു. എന്റെ മുഖം പൊള്ളലേൽപ്പിച്ച് വികൃതമാക്കുക എന്നായിരുന്നു ലക്ഷ്യം. പക്ഷെ അവളുടെ ലക്ഷ്യം തെറ്റി ആദിയുടെ നേർക്കായി പോയി. ഭാഗ്യം കൊണ്ടാ എനിക്കത് തട്ടിക്കളയാൻ പറ്റിയത്. അങ്ങനെയൊക്കെ ആതിര ചെയ്യോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കള്ളത്തരവും പിടികിട്ടില്ലാന്ന്. മോളെ, അവരിവിടെ വന്നത് ഇങ്ങനൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണോ? അതെ, ഇത് ആതിരയുടെ മാത്രം പ്ലാൻ അല്ല. പിന്നെ ദുർഗാമ്മയുടെ മറിവോട് നടപ്പിലാക്കിയ പ്ലാനായത്. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. കാരണം സത്യം അതാണ്. അവർ രണ്ടുപേരും കൂടി പടക്കവും വാങ്ങി വന്നപ്പോഴേ എനിക്ക് അപകടം തോന്നിയതാ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ച് ഓരോന്നും ചെയ്തിരുന്നേ. പക്ഷെ ആ ശ്രദ്ധയ്ക്കിടയിലും എന്നെ അവൾ അപകടപ്പെടുത്താൻ നോക്കി. അവരുടെ ഉദ്ദേശം എന്റെ മുഖം പൊള്ളലേൽപ്പിച്ച് വികൃതമാക്കുക എന്നതായിരുന്നു. അതുകൊണ്ടൊക്കെ അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാവാൻ പോകുന്ന മോളെ? പ്രയോജനമല്ലേ ഉള്ളൂ. എന്റെ മുഖം വികൃതമായ ആദ്യം എന്നെ സ്നേഹിക്കില്ലെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അതോടെ എന്റെ ജീവിതം തകരുമല്ലോ. ഈ വീട്ടിനകത്ത് ഞാൻ കഴിഞ്ഞു കൂടുമെന്ന് അവർ കരുതുന്നു. ദുർഗേച്ചി ഒരു അമ്മയല്ലേ? ഇല്ല, ഒരമ്മയ്ക്ക് ഇതൊരിക്കലും ചെയ്യാനാവില്ല. ദുർഗാമ്മ എന്റെ അമ്മയല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനും തയ്യാറാവും. അമ്മ എന്ന സ്ഥാനം ഈ ലോകത്തെ ഏറ്റവും വലിയ പദവി തന്നെയാണ്. പക്ഷെ അതർഹിക്കാത്തവരും ഈ ലോകത്തുണ്ടമ്മ. മോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കും എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എല്ലാം കൃത്യമായി പ്ലാനിങ്ങോടെ നടപ്പാക്കിയതുപോലെ. ഈശ്വര, ഈ പാപമൊക്കെ ദുർഗേച്ചി എവിടെ കൊണ്ടുപോയി തീർക്കും? ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകളുടെ ഫലം അടുത്ത ജന്മത്തിലും അനുഭവിക്കേണ്ടി വരില്ലേ? അതൊന്നും അവര് ചിന്തിക്കില്ല അമ്മ. കിട്ടുന്ന ഏതവസരവും എനിക്കെതിരെ ഉപയോഗിക്കുക, അതിന് ഏത് വൃത്തികെട്ട കാര്യവും ചെയ്യുക, ഇത് അവരുടെ മനസ്സിലെ ചിന്ത. ആ ചിന്ത മനസ്സിൽ നിന്ന് പോവാതെ ഒന്നും നേരെയാവാൻ പോകുന്നില്ല. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഒന്നിനും ഇനി പോണ്ടച്ചാ. ഇപ്പൊ വിജയിച്ച് നിൽക്കുന്നത് നമ്മളാ. ആ രാജവർമ്മയുടെ റെക്കോർഡിംഗ് നമ്മുടെ കൈവശം ഉള്ളിടത്തോളം കാലം
നമുക്കെതിരെ നിൽക്കാൻ ദുർഗമ്മ ധൈര്യപ്പെടില്ല.